തികഞ്ഞ ആത്മവിശ്വാസത്തിന് മറ്റൊരു പേര് നൽകാനാവില്ല. എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് ലോകം മുഴുവൻ അവളോട് ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ടും തളരാത്ത മനസ്സുമായി സ്വപ്നം സാക്ഷാത്കരിച്ചവൾ. മുറിഞ്ഞ കാലിന്റെ സ്ഥാനത്ത് ഇരുമ്പ് ദണ്ട് വെച്ച് കെട്ടി അവൾ മുത്തമിട്ടത് എവറസ്റ്റിന്റെ നെറുകയിലായിരുന്നു. വൈകല്യം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ തടസ്സമാകില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ പെൺകുട്ടി. ഒരു കാലുകൊണ്ട് ലോകത്തെ ഞെട്ടിച്ച അരുണിമ സിൻഹ, എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ അംഗവൈകല്യമുള്ള സ്ത്രീ. ഒരു ഗവൺമെന്റ് ജോലി സ്വപ്നം കണ്ടാണ് ദേശീയ ഫുട്ബോൾ താരമായ അവൾ തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ ട്രെയിനിൽ കയറുന്നത്. ആ ട്രെയിൻ യാത്രയിലുണ്ടായ മോഷണ ശ്രമത്തിൽ തന്റെ 2 കാലുകളും ട്രെയിനിനടിയിൽപ്പെട്ട് നഷ്ടമായി. തീവണ്ടി കയറി ഇറങ്ങി 2 കാലും നഷ്ടപ്പെട്ടപ്പോൾ ജീവിതത്തിൽ നിന്നും ഇനി ഒന്നും നേടാനാവില്ലെന്ന് കരുതി പിൻവാങ്ങിയവളല്ല അരുണിമ സിൻഹ. ജീവിതത്തിലെ വെല്ലുവിളികളെ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തോടെ അതിജീവിച്ച് എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ അംഗവൈകല്യമുള്ള വനിതയായി മാറിയ വ്യക്തിയാണ് അരുണിമ സിൻഹ. ഒരു ട്രെയിൻ അപകടത്തിൽ കാൽ നഷ്ടപ്പെട്ട് വെറും 2 വർഷത്തിനു ശേഷം അവർ എവറസ്റ്റ് കീഴടക്കി. അങ്ങനെ ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ അംഗവൈകല്യമുള്ള സ്ത്രീയായി അവർ മാറി. ആഫ്രിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടികൾ കീഴടക്കി ഇന്ന് ലോകത്തിലെ തന്നെ പർവ്വതാരോഹണത്തിലെ അംഗവൈകല്യമുള്ള സ്ത്രീകളിൽ ഏറ്റവും പ്രശസ്തയായ ഒരാളായി മാറിയ വ്യക്തിത്വത്തിനുടമയാണ് അരുണിമ സിൻഹ. 1989 ജൂലൈ 20 ലക്നൌവിൽ ജനിച്ച അരുണിമ ചെറുപ്പം മുതലേ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന പെൺകുട്ടിയായിരുന്നു. ഇന്ത്യൻ ആർമി ഓഫീസറായ പിതാവിനെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ട അവൾക്ക് ആരോഗ്യ വകുപ്പിലുണ്ടായിരുന്ന അമ്മയാണ് താങ്ങും തണലുമായി കൂടെ നിന്നത്. കായിക ഇനങ്ങളിൽ ഏറെ താല്പര്യമുണ്ടായിരുന്ന അരുണിമ ബാല്യത്തിൽ തന്നെ വോളിബോളിലും മറ്റ് ദേശീയ തലത്തിലും മികവ് തെളിയിച്ചു. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് റിക്രൂട്ട്മെന്റിൽ എൻറോൾ ചെയ്ത അരുണിമയുടെ അപകടത്തിന് മുൻപുള്ള ജീവിതം കായിക ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാനുള്ള സ്വപ്നങ്ങൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ എല്ലാം തകർത്തെറിഞ്ഞത് ട്രെയിൻ അവളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിയപ്പോഴാണ്. 2011 ഏപ്രിൽ 12 ട്രെയിൻ യാത്രക്കിടയിലുണ്ടായ മോഷണ ശ്രമത്തിനിടെ അക്രമികൾ അരുണിമയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടു. തൊട്ടപ്പുറത്തെ പാളത്തിലൂടെ ഓടുകയായിരുന്ന ട്രെയിൻ അരുണിമയുടെ കാലുകളിലൂടെ കയറി ഇറങ്ങി പാഞ്ഞുപോയി. അപകടത്തെ തുടർന്ന് അരുണിമയെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രവേശിപ്പിക്കുകയും ഒരു കാൽ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു കളയുകയും ചെയ്തു. തുടർ പരിശോധനകൾ നടത്തി അവിടെ വെച്ച് തന്നെ മുറിച്ചു മാറ്റപ്പെട്ട കാലുകൾക്ക് പകരം കൃത്രിമ കാലുകൾ വെച്ചുപിടിപ്പിച്ചു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലിരിക്കെയാണ് എവറസ്റ്റ് കയറാനുള്ള തീരുമാനം അരുണിമ എടുക്കുന്നത്. കാലുകൾ നഷ്ടപ്പെട്ടെന്ന് കരുതി തന്റെ സ്വപ്നങ്ങളെ കൈവിടാൻ അരുണിമ തയ്യാറായിരുന്നില്ല. കുന്നോളം സ്വപ്നം കാണണമെന്നാണല്ലോ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് കൂടിയാകാം ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ആദ്യം കീഴടക്കാമെന്ന് അവർ തീരുമാനിച്ചത്. അങ്ങനെ 2013 എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ അംഗവൈകല്യമുള്ള വനിതയായി അവൾ മാറി. എവറസ്റ്റിനേക്കാൾ വലിയ ഉയരത്തിലാണ് അരുണിമയുടെ സ്വപ്നങ്ങളെന്ന് അവരുടെ അടുത്ത ഓരോ ചുവടുകളും തെളിയിച്ചുകൊണ്ടേയിരുന്നു. ആഫ്രിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടികൾ അരുണിമ ഇതിനോടകം തന്നെ കീഴടക്കി കഴിഞ്ഞു. ഈ വനിതയുടെ നിശ്ചയദാർഢ്യം ഒരു ശക്തിയാണ്. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനും ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളെ അതിജീവിക്കാനുമുള്ള അരുണിമയുടെ കഴിവ് ആർക്കും പ്രചോദനമേകുന്ന ഒന്നാണ്. സ്പോർട്സ് പ്രേമിയായ അവരുടെ ആദ്യ നാളുകൾ മുതൽ ജീവിതത്തിലെ ദാരുണമായ സംഭവങ്ങളും തുടർന്നുള്ള പർവ്വതാരോഹണ നേട്ടങ്ങളും വരെ അരുണിമയുടെ യാത്ര ധൈര്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതിരോധത്തിന്റെയും പ്രതീകമാണ്.